ഐഫോണിൻ്റെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിൻ്റെ പദ്ധതിക്ക് തിരിച്ചടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന. ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് ആപ്പിൾ സിഇഒയോട് ഖത്തറിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. വെടിനിർത്തൽ സംബന്ധിച്ച അവകാശവാദങ്ങൾക്കിടെ മുകേഷ് അംബാനി ട്രംപിനെ കണ്ടതും വലിയ ചർച്ചയായി. ഇന്ത്യയിലെ ഉയർന്ന താരിഫ് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പരാമർശം. ഇത്ര ജനസംഖ്യയുള്ള രാജ്യമായിട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ. ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളും. ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിൻ്റെ നീക്കത്തിന് ലോക്കിടുന്നതായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ താരിഫ് ചർച്ചകളിൽ ഇതുവരെ വ്യക്തതയായിട്ടില്ല. നാമമാത്രമായതോ ഒട്ടും താരിഫില്ലാതെയോ ഉള്ള ഡീൽ ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നതായാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇന്ത്യക്കും പാകിസ്ഥാനും വ്യാപാര വാഗ്ദാനം ചെയ്താണ് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്ന വാദവും ട്രംപ് ആവർത്തിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന വ്യവസായിയായ മുകേഷ് അംബാനി ഖത്തറിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടത്. ലുസൈൻ പാലസിൽ വെച്ച് അത്താഴ വിരുന്നിലായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം ആരുടെ താൽപ്പര്യങ്ങൾക്കൊപ്പമാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് എക്സ് പ്ലാറ്റ്ഫോമിലെ ചോദ്യങ്ങളും ചർച്ചകളും. ട്രംപ് ഭരണകൂടത്തിൻ്റെ താരിഫ് വ്യവസ്ഥകളെ നേരിടാനായി ഐഫോൺ നിർമ്മാതാക്കൾ ഇന്ത്യയിലെ ഉൽപ്പാദനം വിപുലീകരിക്കാനും ചൈനയിൽ നിന്ന് ഉൽപ്പാദനം മാറ്റാനും പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സമയത്താണ് ഇന്ത്യയിലെ നിർമ്മാണത്തിനെതിരെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന. വരുന്ന നാളുകളിൽ US-ൽ വിൽക്കുന്ന ഭൂരിഭാഗം ഐഫോണുകളും നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കുമെന്ന് ടിം കുക്ക് പറഞ്ഞതായി ഈ മാസം ആദ്യം AFP റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ആപ്പിളിന് ഇന്ത്യയിൽ 3 പ്ലാന്റുകളാണുള്ളത്. ഇവയിൽ 2 തമിഴ്നാട്ടിലും 1 കർണാടകയിലുമാണ്. ഇവയിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോക്സ്കോൺ ആണ്. മറ്റ് 2 ടാറ്റ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. ഇതുകൂടാതെ 2 ആപ്പിൾ പ്ലാന്റുകളുടെ പ്ലാനിങ്ങും നിർമ്മാണവും തുടങ്ങിക്കഴിഞ്ഞു. മാർച്ചിൽ അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ മാത്രം $22 ബില്യൺ ഐഫോണുകൾ അസംബിൾ ചെയ്തുവെന്നാണ് കണക്ക്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 60% വർധനവാണ് പ്രൊഡക്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ.